കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രീകാന്തിനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു വർഷ. ആ സമയത്താണ് ശ്രീകാന്തിന്റെ അടുത്തേക്ക് വർഷയുടെ ഒരു സ്റ്റാഫ് വന്നിട്ടൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുവാണ്. വർഷ അപ്പൊ ആ സമയത്ത് ഫോണിൽ കൂടി ചോദിച്ചു, അല്ല ഇപ്പൊ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് ചോദിക്കണം. ഗിഫ്റ്റും കൂടെ വന്നിട്ടാ എന്നാ അത് വാങ്ങിച്ചോളാൻ പറയണ. അങ്ങനെ ശ്രീകാന്ത് അത് വാങ്ങിച്ചിട്ട് ഇതെന്താന്ന് ചോദിക്കണം. അത് പൊട്ടിച്ചു നോക്കാൻ പറയണ. അങ്ങനെ ശ്രീകാന്ത് അത് പൊട്ടിച്ചു നോക്കി നല്ല മനോഹരമായൊരു കപ്പായിരുന്നത്. ഈ കപ്പിന്റെ പുറത്ത് ഷെഫിന്റെ ഒരു പടമൊക്കെ ഉണ്ട്. ഷെഫിന്റെ പടവും അതോടൊപ്പം തന്നെ ഇത് വേൾഡ് ബെസ്റ്റ് ഷെഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് വർഷം വെച്ചു, എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടു. അതെ ഈ കപ്പിനകത്ത് വേണം ഇനി എന്നും ചായ കുടിക്കാന്ന് പറയണേ. ഏയ് ഇതിനകത്ത് ഞാൻ ചായ ഒന്നും കുടിക്കില്ല, ഇത് ഞാൻ വീട്ടിലെ ഷോക്കേസിനകത്ത് കൊണ്ടേ വെക്കോളൂ എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം വെച്ചു, അതെന്താ? അല്ലേ ഇതങ്ങനെ നശിപ്പിച്ചു കളയാൻ പറ്റില്ലല്ലോ, എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരം അല്ലേന്ന് ചോദിക്കണം. മനസ്സിലായി. അതെ പിന്നെ അത് സ്വന്തം റെസ്റ്റോറൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ജോലി ചെയ്യുന്നത് സ്വന്തമൊന്നും അല്ല, ഇവിടെ ഞാനിപ്പോൾ ട്രെയിനി ആയിട്ട് കയറിയിട്ടുള്ളൂ. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമായുള്ളൂ. ഇനിയിപ്പം സ്വന്തം ഒരെണ്ണം തുടങ്ങണം, കുറച്ചാൾക്ക് ശേഷം തുടങ്ങണമെന്ന് പറയാം. തുടങ്ങ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആദ്യത്തെ കസ്റ്റമർ ഞാനായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് സന്തോഷമായി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നേ ചന്ദ്രമതി ആകെപ്പാടെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ വീട്ടിലെ ജോലികൾ ചെറിയ ജോലികളൊന്നും അല്ല ചെയ്യണ്ടേ, കുറേ ജോലികളുണ്ട്. രാവിലെ ഏൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ജോലികളുണ്ട്. അത്രയും ജോലികളാണ് ഇവിടെ രേവതി ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചന്ദ്രമതി രാവിലെ ചെന്ന് എഴുന്നേറ്റ് നോക്കിക്കഴിയുമ്പോഴത്തേനും രേവതി മിറ്റം അടിക്കുന്നതാ കണ്ടത്. അപ്പൊ പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിട്ട്, ഇതെന്താ മോളെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ചൂലയ്ക്ക് അങ്ങോട്ട് മേടിക്കുവാണ്. ഞാൻ അടിച്ചോളാന്ന് പറയാണ്. വേണ്ടപ്പോ ഞാൻ അടിക്കാം. വേണ്ട മോളെ ഞാൻ അടിക്കാന്ന് പറഞ്ഞ് ചൂല് വാങ്ങിച്ച് ചന്ദ്രമതി അങ്ങോട്ട് അടിക്കുവാണ്. അല്ല നിന്റെ അച്ഛമ്മ എഴുന്നേറ്റോ? അച്ഛമ്മ എഴുന്നേറ്റെന്ന് പറയണം. ഈ സമയത്ത് രവീന്ദ്രൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് എങ്ങനെ വരുന്നേ. അപ്പൊ നോക്കുമ്പോ ചന്ദ്രമതി മിറ്റം അടിക്കുന്ന കണ്ടേ. ഈ കാഴ്ച കണ്ടപ്പോ രവീന്ദ്രന് അത്ഭുതം തോന്നിയത്. കൊള്ളാം, അവള് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് ചോദിച്ചു, രേവതിയുടെ ആയിട്ട് ചോദിക്കണം, അല്ല മോളെ വല്ല മൂക്കുത്തിയോ കമ്മലോ എന്തെങ്കിലും ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചേ. അല്ല ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ചിക്ക് ചെയ്യുന്ന കണ്ടു. ഓ എന്റെ മനുഷ്യ, ഇത് ഞാൻ ചെക്ക് ചെയ്യുന്നതല്ല, ഞാൻ ഇതിവിടെ മിറ്റം അടിച്ചാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിതയ്ക്കും ഭയങ്കര ചിരി വന്നു. ഈ സമയത്ത് സച്ചിയും കലാവതി മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ മിറ്റവടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി എന്ത് ചെയ്യാണ്, അവിടെ ഇരുന്ന് ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്നങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തളിക്കുവാണ്. ഈ തളിക്കുന്ന കണ്ടപ്പോൾ പാറോമ്മ ഓടി അങ്ങോട്ട് വന്നു. പാറോമ്മയുടെ കയ്യിൽ കുറെ ചാണകം ഉണ്ടായിരുന്നു. അയ്യോയ്യോ മിറ്റത്ത് വെള്ളവും തളിക്കണ്ടെന്ന് പറയും. അതെന്താ മിറ്റത്ത് വെള്ളം തളിക്കില്ലേ? മിറ്റത്ത് വെള്ളം അല്ല തളിക്കണ്ടേ, ഈ ചാണകവെള്ളം അടിക്കണ്ടേന്ന് പറയണം. ചാണകവെള്ളോ? അതേ ചാണകവെള്ളം തളിക്കണമെന്ന് പറയാ. ഇത് കേട്ടൻ ചന്ദ്രമതിയുടെ മുഖം മാറി. എനിക്ക് പറ്റില്ല, ചാണകവെള്ളം ഞാൻ തളിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അമ്മ അങ്ങോട്ട് മാറി ഞാൻ ചെയ്യാന്ന് പറയണം. എന്നാ ശരി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുമ്പോഴാണ് കലാവതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ടേ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ നാവ് കൊണ്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി, അയ്യോ എനിക്ക് പറ്റും ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുവാണ്. ഒരു ബക്കറ്റിനകത്തേക്ക് ആ ചാണകം അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇളക്കാൻ തുടങ്ങുവാണ്. കൈ കൊണ്ട് ഇളക്കാൻ മടി. അവിടെ കിടന്നിട്ട് കമ്പെടുത്ത് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങുമ്പോൾ കലാവതി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, നീ എന്താ ചന്ദ്രയെ കാണിക്കുന്നത്? കമ്പും കൊണ്ടോ? അത് കൈയും കൊണ്ട് അങ്ങോട്ട് ഇളക്കാൻ പറയാണ്. കൈയും കൊണ്ട് ഇളക്കാൻ ഒരു മടി. പതുക്കെ ഒരു വിരട്ടിട്ട് ഇളക്കിയപ്പോഴത്തേനും കലാവതി മുത്തശ്ശി പറഞ്ഞു, ഒരു വിരലല്ല ശരിക്കും കൈയിട്ടങ്ങോട്ട് ഇളക്കാൻ പറയാണ്. ഛർദ്ദിക്കാൻ വരുന്നു, ഓക്കാനും വരുന്നു, എന്തൊക്കെയോ ഒരു ഭാവമാണ് ചന്ദ്രമതിയുടെ മുഖത്ത് ആ സമയത്ത് പ്രകടമാകുന്നത്. അവസാനം രണ്ടും കൽപ്പിച്ച് കൈയിട്ടങ്ങോട്ട് ഇളക്കുവാണ്. ഇത് കണ്ടപ്പോൾ രവീന്ദ്രനും ബാക്കി എല്ലാവരും നിന്ന് ചിരിക്കുവാണ്. അങ്ങോട്ട് വന്ന് സച്ചി പോലും ഒരു നിമിഷം അമ്പരന്ന് പോയി. സച്ചി പറഞ്ഞു, എൻ്റെ ദൈവമേ ഞാനിത് എന്തൊക്കെയാ കാണുന്നത്, എനിക്ക് വല്ല അറ്റാക്കും ഉണ്ടാവും തോന്നേ, ഇതെന്തൊക്കെയാ അച്ഛാ കാണുന്നതെന്ന് ചോദിക്കുവാണ്. എൻ്റെ പൊന്നെടാ ഒന്നും പറയണ്ട, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര മാറ്റമാണെന്ന് തോന്നുന്നു പറയണം. ഇത് ഒരു വല്ലാത്ത മാറ്റമായി പോയച്ചാ, എന്നാലും ഇത്രയ്ക്ക് മാറ്റം വേണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി, ഇന്ന് മിണ്ടാതെ പൊക്കോ സച്ചി, അല്ല നിന്റെ തലവഴി ഞാനിത് കമ്മത്തൂന്ന് പറയാണ്. സച്ചി പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങോട്ട് മാറി എന്നിട്ട് രേവതിയുടെ കയ്യിലേക്ക് ഒന്ന് നുള്ളുവാണ്. നിങ്ങൾ എന്തിനാ എന്നെ ഇപ്പം നുള്ളിയത്? അല്ല ഞാൻ കാണുന്ന ഇതുപോലെ സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നുള്ളി നോക്കിയതാന്ന് പറയാണ്. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യണം, തിരിച്ച് സച്ചിക്കൂടെ ഒരു ഞുള്ളു കൊടുക്കുകയാണ്. പക്ഷെ സച്ചിയിൽ ഒരു ഭാവഭേദം ഉണ്ടായില്ല. അപ്പൊ രേവതി വീണ്ടും ഞുള്ളി. സച്ചിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം ഉണ്ടാകത്തത്? ഞാൻ ഞുള്ളിയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കും. എടി ഞാൻ സ്വപ്നത്തിലല്ലേ, സ്വപ്നത്തിലായതുകൊണ്ട് ഞാനൊന്നും അറിയുന്നില്ല എന്ന് പറയാണ്. കാരണം ചന്ദ്രമതി ചെയ്യുന്നതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയെന്നാ അവൻ്റെ ഇപ്പോഴത്തെ വിചാരം. ഈ ചന്ദ്രമതി പ്രകടനങ്ങളെല്ലാം നോക്കിയും കണ്ട് രവീന്ദ്രനും കലാവതി മുത്തശ്ശി എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ ആകെപ്പാടെ പെട്ട അവസ്ഥയിലായിപ്പോയി. പൈസ വേണം താനും, ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ
ദേവ് ക്ലാസ്സിലേക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് അങ്ങോട്ട് ലക്ഷ്മിയും പറഞ്ഞല്ല, അവിടുത്തെ കല്യാണം എന്നല്ലേ പറഞ്ഞ സുധിയുടെ, നമ്മളെ വിളിക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും തന്നെ പെട്ടെന്ന് തന്നെ ദേവ് പറയണേ, വിളിക്കാൻ വഴിയില്ല, ചന്ദ്രമതി അല്ലേ ആള്, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പറയാൻ പറ്റില്ല, രവിയേട്ടൻ ചിലപ്പോൾ നമ്മളെ വിളിക്കുമായിരിക്കുമല്ലേ, ഇനിയിപ്പോൾ ചന്ദ്രമതി സ്വഭാവം നമുക്കറിയാം, പക്ഷേ രവിയേട്ടൻ നമ്മളെ വിളിക്കാതിരിക്കില്ല, നമ്മൾ ബന്ധുക്കാരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത്. ശ്രീകാന്തിനെ കണ്ടതും ദേവു പറഞ്ഞു, ആഹാ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയണേ. ഞാൻ പറഞ്ഞില്ലേ ദേവു, ഞാൻ നിങ്ങളോടായിട്ടും പറയാതെ ഒരു ദിവസം കൂടെ വരുമെന്ന്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി വെച്ച്, എന്താ മോനെ രാവിലെ? ഏയ് ഞാൻ വെറുതെ വന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി, അതുകൊണ്ട് വന്നാന്ന് പറയണം. അല്ല ദേവു, നിനക്ക് ക്ലാസ് ഇല്ലേന്ന് ചോദിക്കണം. ഇതേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനെന്ന് പറയണം. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, അയ്യോ ഉണ്ടാക്കാൻ മറന്നുപോയി, ഞാൻ പെട്ടെന്ന് പോയി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മനെ വിളിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ദേ ആൻറ്റി അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം. എന്ത്? അതെന്താ അവിടെ രാവിലെ കഴിക്കാനായിട്ട്? ചില ദോശ ഉണ്ടാക്കാൻ ഓർത്തണ്ട, ആ ദോശമാവിടെ വെക്ക്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയായിരിക്കും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ദേവുവിനോട് ലക്ഷ്മി വെച്ച്, എന്താടി ഇതൊക്കെയെന്ന് ചോദിക്കുവാണ്. ഞാനൊന്നും കാണിച്ചൊന്നുമില്ല, ശ്രീകാന്ത് തന്നെയല്ലേ ഉണ്ടാക്കാന്ന് പറഞ്ഞ, അമ്മ എന്നെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറയണ. അങ്ങനെ ദേവും കൂടെ അകത്തേക്ക് എല്ലുവാണ്. ദേവു വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം റെഡിയായി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ദേ എഗ്ഗ് മസാല ദോശ റെഡി എന്ന് പറയാണ്, എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. അങ്ങനെ അവർ കഴിച്ചു കഴിയുമ്പോഴത്തേന് എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ശ്രീകാന്ത് ചോദിക്കും. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് ദേവും പറയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയുടെ ഫോൺ കോൾ വരുന്നേ. ചന്ദ്രമതി വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാടാന്ന് ചോദിക്കുവാണ്. അല്ലമ്മ ഞാൻ പുറത്തെവിടെ? റെസ്റ്റോറൻറ്റിലാണോ? റെസ്റ്റോറൻ്റ് അല്ല, ഞാനേ ലക്ഷ്മി ആൻറ്റിയുടെ അടുത്താന്ന് പറയാം. അവിടെ നീ എന്തിനാ പോയത്? ഓഹോ, ഞാൻ ഇല്ലാത്ത സമയം നോക്കി നീ അങ്ങോട്ട് പോയില്ലേ? ഇതാ പറഞ്ഞ എൻ്റെ കണ്ണൊന്നും തെറ്റാൻ പറ്റില്ലല്ലേ, മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോ. അവൻ എൻ്റെ കണ്ണ് തെറ്റിച്ച് കിട്ടിയ സമയത്ത് അവൻ കറങ്ങാൻ പോയിക്കുന്നു. ഒരുത്തി വന്നതിൻ്റെ കേട് മാറിയിട്ടില്ല, ഇനി അടുത്ത അവളെയും കൂടെ കറക്കി എടുത്തോണ്ട് വരാനാന്ന് തോന്നേ അവൻ്റെ പോക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. പെട്ടെന്ന് ശ്രീകാന്ത്, ഞാൻ ഫോൺ വെക്കുമെന്ന് പറഞ്ഞ് ഫോണും കൂടെ കട്ട് ചെയ്യുവാണ്. ഈ പറഞ്ഞെല്ലാം ലക്ഷ്മിയമ്മയും ദേവും കിട്ടും, അവർക്കും വല്ലാത്ത വിഷമമായിപ്പോയി. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, എന്നാൽ ഞാൻ പോയേക്കും ആൻറ്റി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് ടേബിളിൽ ഫോണിരിക്കുന്ന ദേവ് കണ്ടേ. അയ്യോ ശ്രീയേട്ടൻ ഈ ഫോൺ കൊണ്ടുപോയില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, അതവിടെ വെച്ചാൽ വൈകുന്നേരം വന്ന് എടുത്തോളൂ എന്ന് പറയണേ. വേണ്ടമ്മേ, ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവു ആ ഫോണുമായിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഇപ്പം അവിടെ ഇരിക്കുന്ന ആളോട്, റിസപ്ഷൻ ഇരിക്കുന്ന ആളോട് പറഞ്ഞു, അല്ല ശ്രീകാന്തിനെ ഒന്ന് വിളിക്കാമെന്ന് ചോദിക്കും. ശ്രീകാന്തിനെ ആരാന്ന് ചോദിക്കുമ്പോൾ കസിനാന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീകാന്ത് വന്ന് ഇപ്പം എന്താ ദേവു എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ലേ ഞാൻ ഈ ഫോൺ തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞിട്ട് ബാഗിനകത്തുനിന്ന് ശ്രീകാന്തിന് ഫോൺ അങ്ങ് എടുത്ത് കൊടുക്കുക. ഇതവിടെ മറഞ്ഞു വെച്ചിട്ട് പോകുന്നില്ലായിരുന്നു നിൽക്കുമോ? ഓ ഞാൻ മറന്നു വെച്ചാ, അല്ല ഇപ്പൊ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, എന്നെ ഇപ്പൊ ആര് വിളിക്കാനെന്ന് ചോദിക്കുക. അത് പറയരുത്, ഒരു ആരാധികയില്ലേന്ന് നിൽക്കും. ഓ അവളോ, അവളെങ്ങനെ എപ്പോഴും ഒന്നും വിളിക്കാറില്ലെന്ന് പറയും, ഫുഡിന്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയണം. പിന്നെ അമ്മ വിളിക്കും, അമ്മയുടെ കാര്യം അറിയാലോന്ന് ചോദിക്കുകയാണ്. പിന്നെ രാവിലെ അമ്മ അങ്ങനെ വിളിച്ച് സംസാരിച്ച് സോറി കേട്ടോ, അമ്മയുടെ സ്വഭാവം അറിയാലോ ദേവു, നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീകാന്തിന് ഫോൺ ബെല്ലടിച്ചേ. അവളാണോന്ന് ചോദിക്കണം ആരാധിക. ആ അതെ അവള് തന്നെയാ, എന്നെ എടുത്ത് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ എടുത്ത് സംസാരിക്കുവാണ്. അല്ല ഇന്നെന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ വേണ്ടതെന്ന് വർഷയോട് ചോദിക്കുകയാണ്. അല്ല അങ്ങനൊന്നുമില്ല, എന്ത് വേണമാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വർഷ പറഞ്ഞു. നീ ഷെഫ് ഉണ്ടാക്കി തരുന്ന എന്ത് ഞാൻ കഴിക്കുമെന്ന് പറയാണ്. ഈ സമയത്താണ് അവിടെ ഇരുന്ന് പതുക്കെ ദേവു എന്ത് ചെയ്യാണ്, ശ്രീകാന്തിന്റെ കയ്യിലിരുന്ന് നുള്ളുവാണ്. അപ്പം പക്ഷെ ഒന്നും അടങ്ങിയിരിക്കും വേണ്ടേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവിടെ ആരാന്ന് ചോദിക്കുകയാണ്. ഇതെന്റെ വേറൊരു ആരാധികയാന്ന് പറയാം. ഇത് കേട്ടതും വർഷയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പെട്ടെന്ന് ദേവ് പറഞ്ഞു, ആ ഫോൺ ഇങ്ങോട്ട് ഞാൻ സംസാരിക്കാന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ദേ അവക്ക് എന്തോ രണ്ട് വാക്ക് സംസാരിക്കുന്നു, ഞാൻ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് നേരെ ദേവുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. വർഷയ്ക്ക് അതും കൂടെ ഇഷ്ടപ്പെട്ടില്ല. വർഷ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു. അല്ല നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ വെച്ചേ? അല്ല ഇവിടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇത്ര നാളായിട്ട് എന്താ നിങ്ങൾ പേരൊന്നും പറയാതെ, നിങ്ങൾ ഒളിച്ച് കളിക്കുവാണെന്ന് വർഷയോട് ചോദിക്കുകയാണ്. ഇത് വർഷയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. വർഷ പറഞ്ഞു, ഞാൻ ഒളിച്ച് കളിക്കൊന്നുമില്ല, എനിക്ക് ഓരോ ദിവസം ഓരോ പേരാ, അതാ ഞാൻ പേര് പറയാത്തേന്ന് പറയാം. അല്ല ഇന്ന് നിങ്ങളുടെ പേരെന്താ? ഇന്ന് എൻ്റെ പേര് നീള, നാളെ ചിലപ്പോൾ മറ്റൊരു പേരായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ദേവ് പറഞ്ഞു, ഓഹോ അപ്പം നിങ്ങളെന്നെ വല്ല പിടികിട്ടാപ്പള്ളിയാണോ ഓരോ ദിവസം ഓരോ പേരും കൊണ്ട് നടക്കാനെന്ന് ചോദിക്കുകയാണ്. ഇതങ്ങ് വർഷയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വർഷ പറഞ്ഞു, അതെന്താ നിങ്ങൾ അറിയണേ, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കും ദേവു എന്ന് പറഞ്ഞ് ദേവനെ കിള്ളുവാണ്. അപ്പം ഈ ഫോണിൽ കൂടി ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വർഷയ്ക്കൊന്നും സഹിച്ചില്ല. വർഷ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ ഫോൺ ശ്രീകാന്തിൻ്റെയിലേക്ക് കൊടുത്തു. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിച്ചു, അതെ
എന്തേലും കഴിക്കാനുണ്ടാക്കി ഒന്ന് കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. പിന്നെ വർഷയ്ക്ക് അങ്ങ് സഹിച്ചില്ല. അവിടെ തന്നെക്കാളും വേറെ വലിയ ഏതോ ഒരു ആരാധിക വന്നിട്ടുണ്ട്. അപ്പൊ അവളുമായിട്ട് അവൻ കത്തി വെച്ചോണ്ടിരിക്കുക. സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു വർഷയ്ക്കത്. ശ്രീകാന്തിനോട് എന്തോ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് വർഷയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദേവ് പറഞ്ഞു, ഇതാ ഒരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. അവളുടെ സംസാരം കേട്ട് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അപ്പൊ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനോട് പറഞ്ഞു, ഞാൻ മടുത്തു, നമ്മൾ എപ്പോഴാ രവിയേട്ട വീട്ടിലേക്ക് പോണേന്ന് ചോദിക്കുകയാണ്. ആഹാ, അപ്പൊ നിനക്ക് പൈസ വേണ്ടേന്ന് ചോദിക്കുകയാണ്. പൈസ വേണം, പിന്നെയോ എൻ്റെ രവിയേട്ട എന്നെക്കൊണ്ട് വയ്യാന്ന് പറയണം. അതെ, ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നിന്നെ നല്ല മതിപ്പുണ്ടായിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു ചന്ദ്രമതിക്ക് നല്ല മാറ്റമുണ്ട്, ഇപ്പോഴവൾ എൻ്റെ മരുമോളായെന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കണം. അങ്ങനെ പറഞ്ഞു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഈ സമയത്ത് നീ പോയി പൈസ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷെ അമ്മ നിനക്ക് പൈസ എടുത്ത് തരുമെന്ന് പറയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചന്ദ്രമതി പൈസ ചോദിക്കാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.